വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് വടകര പോലീസ്. ഈ വിഷയമാണ് ന്യൂസ് ഡീകോഡിലൂടെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഏതായാലും എന്തിനാണ് ഈ കേസ് അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കേസ് അവസാനിപ്പിച്ചാൽ തീരുമോ കാര്യങ്ങൾ? കേസ് അവസാനിപ്പിച്ചാൽ തീരുമോ എന്ന ചോദ്യത്തിന്റെ ആദ്യ ഉത്തരം ഫോറൻസിക് പരിശോധനയും അന്വേഷണവും വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഇടപെട്ട കേസിൽ കേവലം പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് ഇപ്പോഴത്തെ സെറ്റിൽമെന്റ് എന്നാണ് വിലയിരുത്തൽ. എന്തുകൊണ്ട് പരിശോധനാ ഫലം കിട്ടിയില്ല എന്ന വലിയ ചോദ്യമുണ്ട്. ആ പരിശോധനാ ഫലം കിട്ടുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായ ഉത്തരം. അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടില്ലെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടാതെ ഈ കേസ് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കേസ് അവസാനിപ്പിക്കണമെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടണം. റിപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പരിശോധനാ ഫലം നടന്നിട്ടില്ല, അത് പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരമെന്നത്. DYFI നേതാക്കളെ ചോദ്യം ചെയ്തില്ലേ? ഉണ്ടെങ്കിൽ കേസിന്റെ സ്വഭാവം തന്നെ മാറിയേനെ എന്നുള്ളതാണ് ഉത്തരം. കൂടുതൽ നേതാക്കളിലേക്ക് കേസ് എത്തുമായിരുന്നു. അപ്പോൾ അവിടെ വരെ എത്തിയിട്ടില്ല കാര്യങ്ങൾ എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ അന്വേഷണങ്ങൾ വന്നിരുന്നെങ്കിൽ കൂടുതൽ നേതാക്കളിലേക്ക് പോകുമായിരുന്നു. ഇതെന്തിനാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് അത് നേതൃത്വത്തിന്റെ അറിവോടെയല്ല എന്ന നേതൃത്വത്തിനും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് DYFI നേതാക്കളെ ചോദ്യം ചെയ്യാതെ വിട്ടത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരവും. കേസ് അവസാനിപ്പിച്ചതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്തെന്നാണ് അടുത്ത ചോദ്യം. അന്വേഷണം നേതാക്കളിലേക്ക് എത്താതിരിക്കുക എന്നതാണ് ആ പറയുന്ന രാഷ്ട്രീയം. കാരണം കേസ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മുഖം രക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അവിടെ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരാൻ പറ്റില്ല വലതു മുന്നണികൾക്ക് അല്ലെങ്കിൽ എതിർമുന്നണികൾ അതൊരു ചർച്ചാ വിഷയമാക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വടകരയിൽ വീണ്ടും അതേ പ്രശ്നങ്ങൾ വരുന്നാൽ പേരാമ്പ്രയിലും അതേ രാഷ്ട്രീയം ആവർത്തിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി കഴിഞ്ഞാൽ അവിടെ വലിയ ഇടിച്ചിൽ വരാൻ പോകുന്നത് LDFനാണ്, CPMനാണ് എന്ന നേതാക്കളുടെ തിരിച്ചറിവ് കൂടിയാണ് ഈ കേസ് സെറ്റിൽമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. പോലീസ് ഒത്തുതീർത്തോ? നിഷ്പ്രയാസം കിട്ടാവുന്ന പരിശോധനാ ഫലങ്ങളും ഫോൺ രേഖകളുമായിരുന്നു. അത് കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ ഒന്നുകിൽ പോലീസ് അന്വേഷണം അത്ര കേമമായിരുന്നില്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ കേരള പോലീസ് കൊള്ളില്ല എന്ന് സമ്മതിക്കണം. കേരള പോലീസ് കൊള്ളുമായിരുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ കൃത്യമായി കിട്ടാവുന്ന രേഖകളായിരുന്നു ഈ DYFI നേതാക്കളുടെ ഫോൺ പരിശോധനാ ഫലവും എന്ന് പറയുന്നതും ഫോൺ രേഖകളും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഴ്ച സമ്മതിക്കേണ്ടത് കേരള പോലീസാണ്. അതല്ലെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പല്ലാതെ മറ്റെന്താണ് എന്നുള്ളതാണ് വലിയ ചോദ്യം. മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട്. അസ്ലം, ഏതായാലും കേസ് ഒത്തുതീർന്നിരിക്കുന്നു അല്ലെങ്കിൽ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതിനേക്കാൾ പറയുന്നതിനേക്കാൾ നല്ലത് ആ കേസ് ഒത്തുതീർപ്പിലാക്കി എന്നുള്ളതാണ്. ഇനിയുള്ള ഒരു നിയമവശങ്ങൾ ഏത് രീതിയിലായിരിക്കും? ഈ കേസുമായി ആദ്യം പ്രതി ചേർത്ത കാസിം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കേസ് 2024 ഏപ്രിൽ 20 തുടങ്ങുന്നത്. തുടർന്നങ്ങോട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഓഗസ്റ്റിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അന്വേഷണ പുരോഗതി വ്യക്തമാക്കിയതാണ്. ആ ഘട്ടത്തിലാണ് DYFI നേതാവ് രമേശ് രാമകൃഷ്ണനാണ് ആദ്യമായി ആ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്ന കാര്യം പോലീസ് തന്നെ അറിയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ കേസ് പ്രതികളെ കണ്ടെത്താനാവുന്നില്ല, ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ അത് പോലീസിൻ്റെ അവസാനിപ്പിക്കൽ മാത്രമാണ്. നിയമ നടപടികൾ അതിൽ അവസാനിച്ചൊന്നും പറയാൻ കഴിയില്ല. കാരണം ഏതൊരു കേസും പോലീസ് അത് ക്ലോസ് ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കണം. മജിസ്ട്രേറ്റ് അത് അംഗീകരിക്കണം. ക്ലോസ് റിപ്പോർട്ട്, റഫറൽ റിപ്പോർട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു കേസ് ക്ലോസ് ആയെന്ന് പറയാൻ കഴിയൂ. സ്വാഭാവികമായി മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചാൽ തന്നെ അതിന് മേൽക്കോടതികൾ ചോദ്യം ചെയ്യാനുള്ള വകുപ്പ് സ്വാഭാവികമായിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഹൈക്കോടതിയിലെത്തിയ കേസാണ്. ഹൈക്കോടതി അന്വേഷണ പുരോഗതി ചോദിച്ചപ്പോഴാണ് വളരെ കൃത്യമായി രമേശ് രാമകൃഷ്ണൻ വരെ എത്തിയ അതിൻ്റെ ഒരു ടൈം ലൈൻ പോലീസിന് വ്യക്തമാക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ കേസ് ഹൈക്കോടതി ക്ലോസ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ബാക്കി അന്വേഷണ പുരോഗതിക്ക് വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. മജിസ്ട്രേറ്റ് കോടതിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരാമെന്ന് കൂടി ആ കോടതി വിധിയിൽ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ കോടതിയിൽ ഈ സമർപ്പിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും പ്രതിഭാഗം ആദ്യഘട്ടത്തിൽ പ്രതികളായിരുന്ന ആ തരത്തിൽ പ്രതികളായിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് പരിശോധനാ ഫലം വാങ്ങിയില്ല, എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്തില്ല എന്നുള്ള ചോദ്യം അവശേഷിപ്പിക്കുകയാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്.